ഹലോ ഗായ്സ്, നമസ്കാരം. ഗുഡ് മോർണിംഗ് പറയാൻ കാരണം ഞാൻ ഇപ്പോൾ യു എസിലെ ചിക്കാഗോയിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീട് നിങ്ങൾ ആദ്യമായിട്ടല്ല കാണുന്നത്. മുന്നേ ഈ വീട് നിങ്ങൾ കണ്ടിരുന്നു. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ചിക്കാഗോയിൽ വന്നപ്പം നമ്മുടെ ബിനോയ് ബ്രോൻ്റെ വീടാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ആ വണ്ടിയുടെ പാർട്സൊക്കെ നമ്മൾ യോജിപ്പിച്ചത്. നമ്മൾ ട്രക്കിൻ്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ നമ്മൾ ഗുജിനിൽ പോയി വാങ്ങി പീസ് ആയിക്കൊണ്ടെന്ന് ഓർമ്മയില്ലേ? ഓക്കെ, അപ്പം ഇപ്പോഴും ചിക്കാഗോയിൽ വന്നപ്പം ആക്ച്വലി ചിക്കാഗോ വരാൻ പ്ലാൻ ഇല്ലായിരുന്നു. ഞങ്ങൾ ന്യൂയോർക്ക് വന്നിട്ട് ന്യൂയോർക്കിൽ നിന്ന് പോകാനായിരുന്നു പ്ലാൻ. അങ്ങനെയാണ് പുള്ളി വിളിച്ചത്, ഇവിടെ വരണമെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ പ്ലാൻ മാറ്റി 2 ദിവസം ഞങ്ങൾ ചിക്കാഗോയിലേക്ക് പ്ലാൻ ചെയ്തു. ഇന്ന് ഞങ്ങളെ വീഡിയോയിലുള്ളത് നമ്മുടെ സ്വന്തം ബിനോയ് ബ്രോയും അവരുടെ ഫാമിലിയാണ്. ഹായ് ബ്രോ. തണുപ്പ് കൊണ്ട് ഞാൻ കഷ്ടപ്പാടിലുള്ളത്. എന്താണ് പറയാനുള്ളത്? നമ്മൾ എല്ലാം സുഖം. വെൽക്കം ബാക്ക്. ചിക്കാഗോ ഇപ്പോൾ നല്ല തണുപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നോളില്ല, കഴിഞ്ഞ തവണ നല്ല വെയിലായിരുന്നു. ഇപ്പം സമ്മർ ആകാൻ പോകുന്നു, പക്ഷേ ഇപ്പോഴും നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ട്. ഹോപ്പ്ഫുള്ളി യു വിൽ ഗെറ്റ് വാർമർ. അതുപോലെ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നുണ്ട്. സേ ഹായ് പറ. ഞാൻ പഠിപ്പിച്ചിരുന്ന ഡയലോഗ് പറഞ്ഞു. ഇവള് കാരണം ഞാൻ ഒരുപാട് ട്രോള് കേട്ടതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഓർമ്മയില്ല ഞാൻ ലാസ്റ്റ് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവള് കരഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ പറയുന്നുണ്ടായിരുന്നു, അയ്യോ ഞാൻ പോകുന്ന സങ്കടത്തിൽ ആ കൊച്ചി കരയുന്നുണ്ടെന്ന്. സംഭവം എന്തോ കാലിലെന്തോ തട്ടോ മുട്ടോ ചെയ്തിട്ട് കരഞ്ഞതാ. അപ്പോൾ അത് വീഡിയോയിൽ കണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. വീഡിയോയിൽ കണ്ട ആൾക്കാർ എന്നെ ട്രോളായിരുന്നു. അടുത്തയാൾ ഇവിടെയുണ്ട്. എന്താണ് എന്താണ് പറയാനുള്ളത്? We're going to school right now, so yeah. ഇവർ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ബ്രോ? Tell them. I'm in 6th grade. 6th grade, going into 3rd grade. You're in 3rd grade, and you? Preschool. ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. പിങ്ക് ഷൂവും പിങ്ക് ഡ്രസ്സും പിങ്ക് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത്. അടിപൊളി മോർണിംഗ് ആട്ടോ, ഭയങ്കര പോസിറ്റീവ് മോർണിംഗ് ആണ്. ടെസ്ല അല്ല ബ്രോ? ടെസ്ലയുടെ ഏത് മോഡൽ? കഴിഞ്ഞ തവണത്തെ വണ്ടി അത് കൊടുത്തു. അത് കൊടുക്കാനുള്ള റീസൺ കൂടി പറഞ്ഞെടുത്ത് നമുക്ക് അത് ഇടി ഉണ്ടായിരുന്നു. ഇടി മീൻസ് സിമ്പിളായിട്ട് പറഞ്ഞത് മൂപ്പരുടെ ആ വണ്ടി തട്ടി കേട്ടോ. ആ ഫോട്ടോ എനിക്ക് അയച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. പക്ഷേ എല്ലാവരും സേഫ് ആയിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പുതിയൊരു മോഡൽ വണ്ടി എടുക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു സെയിം ഗാരേജ് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ. കുപ്പിയൊക്കെ ഉണ്ടല്ലോ. ഒന്ന് തുറന്ന് അത് കഴിഞ്ഞ ഇവിടെ നിന്നിട്ട് വീഡിയോ ഞാൻ കാണിച്ചത് കണ്ടാൽ മതി. അതിൻ്റെ അകത്തൊരു അടിപൊളി കുപ്പികളൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ കുപ്പികൾ. അപ്പോൾ ഞങ്ങൾ ഏതായാലും പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണേ. അപ്പം ഞാൻ കയറിയിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ടെസ്ലയിൽ ഞാൻ ഈ മോഡൽ വണ്ടിയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ടെസ്ലയുടെ വേറെ മോഡലുണ്ട് ദുബായിൽ, അതിൽ ഞാൻ കയറിയിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ്. ബ്രോ എന്താ സൈബർ ട്രക്ക് ട്രൈ ചെയ്തിരുന്നു? സൈബർ ട്രക്ക് ഇപ്പോൾ ഇറങ്ങുന്നേ ഉള്ളൂ, ഇവിടെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി നല്ല പ്രൈസ് ഒക്കെ ആയിരുന്നു, നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോഡൽ Y ആണിത്. ഇത് വലിയ പോപ്പുലർ ആണ്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഒത്തിരി ഉണ്ട്. ഇവിടെ എത്രയാണ് റേറ്റ് വരുന്നത് ഇതിന്? ഇപ്പം ആക്ച്വലി നല്ല റേറ്റ് ആണ്. പക്ഷേ നമ്മൾ മേടിച്ചിടനെ ഓൾമോസ്റ്റ് $60,000 ആയി. 60 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 50 ലാക്ക് അല്ല 50 ലക്ഷം രൂപ ആ റേഞ്ചിലോട്ടോ, എൻ്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ. ഓക്കെ, ഇത് ഇതല്ലേ ടെസ്ല ഡിസ്പ്ലേ? ഞാൻ ട്രക്കിൻ്റെ ഡിസ്പ്ലേ വാങ്ങാൻ പോയപ്പം ടെസ്ല ഡിസ്പ്ലേ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സാധനം എനിക്ക് മനസ്സിലായി, ഇപ്പോഴാണ് മനസ്സിലായത്. ടെസ്ലയുടെ മോഡൽ ഡിസ്പ്ലേ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സീറ്റൊക്കെ നല്ല ചൂടാണല്ലോ. ഹീറ്റിംഗ് ഓട്ടോമാറ്റിക് ആണോ അല്ലെങ്കിൽ എന്താ വരുന്നത്? ക്ലൈമറ്റ് അനുസരിച്ച് ചൂടാക്കി തരും. യു ക്യാൻ ചേഞ്ച് ഇറ്റ്. സെറ്റപ്പ് നമുക്ക് നേരത്തെ ഫ്രീ ആയിട്ട് നേരത്തെ ക്ലൈമറ്റ് വാമപ്പ് ചെയ്യാം. എവറിത്തിങ് ഈസ് ഓട്ടോമാറ്റിക് തന്നെയാണ്. ആകെ ഇതിന് ഫംഗ്ഷൻ എന്ന് പറയാൻ ഇവിടെ സ്റ്റിയറിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ ഡ്രൈവും സ്റ്റോപ്പൊക്കെ ഇവിടെ എല്ലാം ഇവിടെയാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തെല്ലാം അത് ഇവിടെ ഉണ്ട് കേട്ടോ. ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓട്ടോമീറ്റേഴ്സ് എല്ലാം ഇവിടെ തന്നെയാണ്, സ്പീഡിനെല്ലാം കാണിക്കണം. ഇവിടെ ബുക്കിംഗ് പീരീഡ് വരുന്നുണ്ടോ ടെസ്ലൊക്കെ? ഇത് ആക്ച്വലി ഞാൻ ഓഗസ്റ്റിൽ 7th എങ്ങാണ്ട് ഓർഡർ ചെയ്തു, 19th കിട്ടി. സോ ഇതിപ്പം 1 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഫെയർലി പെട്ടെന്ന് കിട്ടും. ഓക്കെ, ബാക്കിലാണെങ്കിൽ ഇതാണ് സ്പേസ് ഇല്ല, ഇതിൻ്റെ പുറകിൽ സ്പേസ് ഉണ്ടോ? സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ടിലത്തെ ഒരു സ്പേസ് സ്റ്റോറേജ് ആണ്. ട്രങ്കിന് പകരമുള്ള ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇപ്പം നമ്മുടെ ഈ ഫെരാരി ഒക്കെ പോലെ ഫ്രണ്ടിൽ. അതുപോലെ തന്നെ. അപ്പോൾ ബാറ്ററി സാധനങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഇരിക്കുന്ന അടിയിലാണ്. ഫ്രണ്ടിലും ഉണ്ട്, പിന്നെ ഡുവൽ മോഡൽ ബാക്കിലും ഉണ്ട്. ഓക്കെ. നിങ്ങളുടെ സ്കൂൾ ടൈം എന്താ? 8:40. 8:40 to? Yeah, 8:40, yeah. To what? 8:40 to 3 p.m. 3 p.m. Good. Sunday leave illa? Sunday off. Yeah. Saturday? Saturday, Sunday off.
ഗുഡ്. പഠിക്കുന്നുണ്ടോ? Yeah. സത്യം? Yeah. ഓക്കെ. എന്താണ് ലാസ്റ്റ് എക്സാമിന്റെ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു എന്താണ് അവസ്ഥ? മീൻസ് എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നു? I think it was 92%. ഓ ഗുഡ് ബോയ്. യു? The last time for my reading test was 100. Oh wait, no, 12 out of 13. ഓക്കെ. ഇതാണ് നിങ്ങളുടെ സ്കൂള്? ഓക്കെ. ബൈ. ബൈ ബൈ. ബൈ ബൈ. ബൈ. See you evening. Bye bye. Bye bye. അവർ പോകുമ്പോഴേ ഇത് ഇവിടുത്തെ സ്റ്റാഫാ? ടീച്ചേഴ്സ് അവിടെ. ഈ ടീച്ചേഴ്സ് ഇവിടെ വന്ന് ഇവരെ വെൽക്കം ചെയ്തു, അവരെ നോക്കി, അവർ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ വിട്ടു. ഓ സൂപ്പർ സൂപ്പർ. പുള്ളി പറഞ്ഞ ഫ്രങ്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഫ്രങ്ക് മീൻസ് ഫ്രണ്ടിലെ ട്രങ്കിൻ്റെ, നമ്മളിപ്പം ബ്രഞ്ച് എന്ന് പറഞ്ഞില്ല, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച്, അതുപോലെ ഫ്രങ്ക്. ഇതിൽ സ്പേസ് ഉണ്ട് അല്ലേ? അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടല്ലോ. അതെന്താ? അതുകൊണ്ട് ക്ലോസ് ചെയ്തതിന്റെ അത് ഏതോ ഒരു മൊബൈലിൻ്റെ ആണുള്ളത്. നമ്മുടെ വിൻഡോ വിൻഡോന്റെ അത് അടിച്ചു മാറ്റിയാന്നല്ലോ ഇവര്. അല്ല, അത് ഇടയ്ക്ക് ഒരു അപ്ഡേറ്റ് വന്നോടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇഷ്ടമുള്ള ഒരു. ഇനി ബ്രങ്ക് കാണിച്ചേ, ബാക്കിലെ ട്രങ്ക്. അത് ഞാനിട്ട പേരട്ടോ, ബ്രങ്ക്, ബാക്കിലെ ട്രങ്ക്. ഇത് ആക്ച്വലി ദുബായിലുണ്ട് കേട്ടോ സാധനം എൻ്റെ അറിവിൽ. ഓ നല്ല സ്പേസ് ഉണ്ടല്ലോ ബ്രോ, ഹെവി സ്പേസാണ്. നാട്ടിലൊക്കെയാണ് 2 സീറ്റ് ഇട്ട് നമുക്ക്. ഓ ഇവിടെ സ്പേസ് ഉണ്ട്. പിന്നെ ആ സീറ്റ്സ് വേണമെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങോട്ടേക്ക്. ബിൽ ക്വാളിറ്റിയിലൊക്കെ ആണല്ലോ. ടെസ്ല എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വരാത്തത് അറിയാക്ക്? എനിക്കറിയില്ല, അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യട്ടെ, എനിക്കറിയില്ല. ഓക്കെ, അതിൽ മുകളിൽ കൊടുത്തിട്ട് നമുക്ക് സാധനങ്ങൾ വെക്കുമ്പോൾ നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അപ്പോൾ കള്ളന്മാർക്ക് മനസ്സിലാവില്ല നമ്മളൊരു വിലപിടിപ്പുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ അവരെ അറിയാൻ പറ്റില്ല. ഗുഡ് ഗുഡ് ഗുഡ്. ബട്ടൺ പ്രസ്സാണ്, പൊക്കോളും. ഡുവൽ മോട്ടോഴ്സ്. ഓ നമ്മുടെ ഗാരേജ്. ഇതാണ് ടെസ്ലയുടെ താക്കോൽ. ഇത് എവിടെ വെക്കേണ്ടത്? ഇതിൻ്റെ ഇതൊരു ആക്സസ് കാർഡ് ഇതിനടുത്ത് വന്നാൽ മതി. വണ്ടി ഇവിടെ വെക്കണം, സ്റ്റാർട്ട് ആക്കണം. അകത്ത് കയറണമെങ്കിൽ വെളിയിലത്തെ ക്യാമറ കാണിച്ചാൽ മതി. ഓ അങ്ങനെ സെറ്റപ്പ് തന്നെ. കഴിഞ്ഞ വ്ളോഗിൽ ഇതിന് റിവ്യൂ ചെയ്തിരുന്നു കേട്ടോ, മിസ്സാവാതെ കാണണേ. പിന്നെ ഞാൻ നല്ല ചൂടായ സീറ്റിൽ നല്ല ചൂടിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ സ്റ്റോർ കേട്ടോ. സൈക്കിൾ ഗിയർ എന്നാണ് പേര്. ഇവിടെ ബൈക്സിൻ്റെ ആക്സറീസ് ഉണ്ടെന്നാണ് പറയുന്നത്. പോയി നോക്കട്ടെ. പുറമേ നിന്ന് ഒരു മനുഷ്യക്കുട്ടിയില്ല, കാരണം ഇപ്പോൾ വിൻ്ററാണ്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങനെ എന്ത് ചെയ്യില്ല, ഇത് വാങ്ങാനൊന്നും വരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പുള്ളിക്കാർ നോക്കാം. ഓ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പാരഡൈസ് കേട്ടോ. ഹെൽമെറ്റ്സ് വെച്ചാൽ മിനിമം എനിക്ക് തോന്നുന്നു ഒരു 1000 ഹെൽമെറ്റ്, 1000 ഉണ്ടാവും ബ്രോ. ഇത് ഒരു 1000-ഓളം ഹെൽമെറ്റ്സ് ഇതിനകത്തുണ്ട്. ഇവിടെ മൊത്തം റൈഡിങ് ഗിയേഴ്സ് ഉണ്ട്, ഓഫ് റോഡ്, അതുപോലെ തന്നെ ഡേർട്ട് ട്രാക്ക് ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും. പിന്നെ ഇത് FMFൻ്റെ ഒക്കെ ഓക്കെ. $10 കേട്ടോ. $10 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 600 രൂപയുള്ളൂ ബ്രോ. ഭയങ്കര ചീപ്പാട്ടോ. നമുക്ക് ഇതൊരെണ്ണം എടുക്കാം. $10 അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ നോക്കിയോ. ഓ സെറ്റപ്പ് സാധനം കേട്ടോ. മൊത്തത്തിൽ ഹെൽമെറ്റ്സ് ഉണ്ട്. ഇത് മാത്രമൊന്നുമില്ല, അങ്ങ് വരുന്നുണ്ട് കേട്ടോ പാഡോക്ക് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ. ഇത് വലിയൊരു സ്റ്റോറാണ്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു US ഈ സൈക്കിൾ ഗിയേഴ്സ് ഇതാണ് ശരിക്കും ഇതുപോലത്തെ സാധനങ്ങളുടെ മെയിൻ ഡീലർ എന്ന് പറഞ്ഞു. അടിപൊളിയും ടയേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ? ഈ പെണ്ണുങ്ങന്മാർ സ്വർണ്ണക്കടയ്ക്ക് കയറിയ പോലെ നാണകന്മാർ ബൈക്കിന് ഷോപ്പിൽ ഇരിക്കുന്നില്ലേ. എക്സ്ട്രാ സന്തോഷം, എക്സ്ട്രാ എനർജിയും എക്സ്ട്രാ ഇതൊക്കെയാണ് അല്ലേ? അതേ അവസ്ഥ കേട്ടോ എൻ്റെ ഇപ്പോൾ. ഇവിടെ പെർഫോമൻസ് പാർട്സൊക്കെ ഉണ്ട്. ഞാൻ മെയിനായിട്ട് എൻ്റെ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ അസ്കോർണയുടെ പാർട്സാണ് മെയിനായിട്ട് നോക്കുന്നത് കേട്ടോ. അതിനിടയിൽ ജസ്റ്റ് വീഡിയോ ഓണാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി എടുക്കുന്നില്ല. ഞാൻ ഇതുവരെയായിട്ട് അവരുടെ അടുത്ത് ഇപ്പോൾ എൻക്വയറി എടുത്തിട്ടില്ല. എൻക്വയറി എടുക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ ഡേർട്ട് ട്രാക്കിൻ്റെ സാധനം കിടക്കുന്നുണ്ട്. അടിപൊളി ടയേഴ്സ് ഉണ്ട് പുതിയ ഡൺലോപ്പിനൊക്കെ. അതൊക്കെ ആണല്ലോ. ഞാൻ മാസിനിക്ക് വേണ്ടി വാങ്ങിയ ടയറാണ്, ഡൺലോപ്പിൻ്റെ ടയറാണ് ഇത്. ആക്ച്വലി നമുക്ക് നാട്ടിൽ കിട്ടില്ല, UAE കിട്ടും. പക്ഷേ ഇങ്ങനെ കണ്ടിടത്തോളം UAE കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പം ഇവിടെ US പൊതുവെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കുറച്ച് റേറ്റ് കൂടുതൽ. ഇപ്പോൾ നമുക്കിവിടെ $100 എടുത്താണ് രണ്ടും കൂടി ആയത്. ഒരു 8000 സംതിങ്. വലിയ വ്യത്യാസമില്ല, 2000 റുപ്യൻ്റെ ഡിഫറൻസ് വരും. പിന്നെ കയ്യിൽ പ്രത്യേകിച്ച് ലഗേജ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് 2 വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കാം. സ്റ്റോറിയാണ് നമുക്ക്. അതിന് പുതിയ വണ്ടി വരുന്നുണ്ട്, അപ്പോൾ അതിലിട്ട് കൊടുക്കണം. പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കില്ല, അതാണ് കേട്ടോ. അപ്പം ഏതായാലും ബ്രോ 170 നമുക്ക് എടുക്കാം. 118 എടുക്കാം. ഇതോടെ കിടക്കട്ടെ. നമുക്ക് ചെങ്ങനെ പാക്ക് ചെയ്യാലോ. ഒരു ഇത് ചെയ്താൽ മതി, പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ഞാൻ എപ്പോൾ വന്നാലും പാക്ക് ചെയ്യലാണല്ലോ പണി. ഇത് നമ്മളിപ്പോൾ ബാക്കി എന്തെങ്കിലും സാധനങ്ങളുണ്ടോ നോക്കട്ടെ. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയിട്ട് തപ്പിയിട്ട് കിട്ടാതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു. കാര്യം വണ്ടിപ്രാന്തന്മാരോടാണ്.
നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനത് ഞാൻ പോകുന്ന കൺട്രിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുത്തരാം കേട്ടോ. എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എയർ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഹാൻഡ് ബാറിൻ്റെ സാധനങ്ങൾ, ഗ്രിപ്പ്, അതുപോലെ തന്നെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഈ പെട്രോൾ ഒഴിക്കുന്നതാണ്. $4 $200 ഉണ്ടാവും. നല്ല സെറ്റപ്പാണ്. ഇത് അവരാണ് വാങ്ങുന്നത്. ഇത് 18 നമ്പർ മാസിയുടെ നമ്പർ കേട്ടോ. 1 നമ്പേഴ്സാണ്. ഇതവൻ്റെ ഫ്രണ്ടിലോട്ടിരിക്കുക. നല്ല ക്വാളിറ്റി സ്റ്റിക്കേഴ്സോ. അപ്പോൾ അത് വാങ്ങുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, കുറേ കാലം നിന്നോളും. എയർ ഫിൽറ്റേഴ്സ് ഹോണ്ടയുടെ ഒക്കെ എയർ ഫിൽറ്റേഴ്സ് ഉണ്ട്, കവാസാക്കിയുടെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഗ്യാസിനും നോക്കിയിട്ട് എവിടെയും കാണുന്നത് ഇതൊക്കെ യമഹയുടെ ഒക്കെയാണ്, ഡേർട്ട് ബൈക്സ് കേട്ടോ. ഓക്കെ, കാൺ ഫൈൻഡ് ഇറ്റ്, ഓർഡർ ഓൺ അവർ സ്പെഷ്യൽ ഓർഡർ കിയോസ്കി. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ഒക്കെ കേട്ടോ. നോക്കട്ടെ, ഫണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ സാധനം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും ഈ ടയറും. കാരണം വേറെ ഒന്നുമല്ല, ഇവിടുന്ന് ന്യൂയോർക്കിൽ പോകുമ്പോൾ ഡെൽറ്റ എയർലൈൻസ്, ഞാൻ മുമ്പ് US-ലൊന്നും പറഞ്ഞത് US-ലെ എയർലൈൻ കമ്പനിയൊക്കെ ഭയങ്കര തലവേനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞു സാധനങ്ങൾ, ഇപ്പോൾ ഈ സാധനങ്ങൾ ബില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലഗേജിൻ്റെ കാര്യത്തിൽ എയർലൈനിന് കോൾ ചെയ്ത് ലഗേജ് കൺഫേം ആക്കിയതിന് ശേഷം ഈ ടയർ ഇതിൻ്റെ അകത്തിട്ട് ഇതേ കൊണ്ടപ്പോൾ ഇതാണ് പ്ലാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ നല്ല റേറ്റാണ്, 40,000 ഉണ്ട്. പക്ഷെ എന്നാലും അതിനുള്ളൊരു ബൂട്ട് ഇടാനുള്ള ബാഗും കാര്യങ്ങളും, അവിടെ ഹെൽമെറ്റ് ഇടാം, ബാക്കി സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാം. ഒറ്റ സാധനത്തിനുള്ളിലെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സാധനങ്ങൾ വാങ്ങി നമ്മൾ പാക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ടയറും ബാഗും ഞാനവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് എടുക്കണം. ഞാൻ ആദ്യം പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലഗേജിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കട്ടെ, എന്നിട്ട് എടുക്കാൻ വെച്ചിട്ടോ. അപ്പം അടിപൊളി ആൾക്കാരല്ലേ, നല്ല പെരുമാറ്റം. നമ്മളിപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്നില്ലേ, ആ ദാസം പറഞ്ഞ പെർഫെക്റ്റ് ടൈമാണ് ഇപ്പം. ഇവിടെ US-ൽ വന്ന് ഇവിടുന്ന് നമ്മൾ ഒരു പാക്കറ്റ്, അത് FMF-ൻ്റെ ഒറിജിനൽ ഗൂഗിൾസാണ്. മോട്ടോർ ക്രോസ് ചെയ്യുന്നവർക്കറിയാം, ഈ FMF-ൻ്റെ ഗൂഗിൾസ് ഒന്നും ഞാൻ നാട്ടിലാരും ഒരു റേസർ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഭയങ്കര റെയറാണ്. അപ്പോൾ നമ്മൾ മക്കളെ ഇതിട്ട് റേസിനും അവരൊരു എടുപ്പുണ്ടാവുമായിരിക്കും. അതാണ് മെയിനായിട്ട് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ നമ്മൾ മക്കൾക്ക് കൊണ്ടിരിക്കാം കേട്ടോ. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ടോട്ടലി എനിക്ക് ബില്ലായത് നാട്ടിലത്തെ ഏകദേശം ഒരു 10,000 രൂപയുടെ ബില്ലായി. പക്ഷെ എന്നാൽ എനിക്ക് ഭയങ്കര ലാഭമാണ്. കാരണം പല സാധനങ്ങളും, കിട്ടാത്ത സാധനങ്ങൾ എനിക്കിവിടെ കിട്ടി. നാട്ടിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഹെൽമെറ്റിൻ്റെ മഫ്ലറാണ്, നമ്മളെ എക്സോസ്റ്റിൻ്റെ മഫ്ലറാണ് നമ്മുടെ ബൈക്കിൻ്റെ. അപ്പോൾ ഇതൊന്നും അങ്ങനെ കിട്ടാറില്ല, റെയറാണ്. ഓരോ ഓൺലൈനിലൊക്കെ തപ്പിയെടുത്തിട്ട് പോകണം. അതൊക്കെ നമുക്കിവിടെ ചെറിയ റേറ്റിനിട്ട് 2 വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കെട്ടിയോ കൂടെ എന്തൊക്കെ ഇത് വാങ്ങണം, എന്തെങ്കിലും വാങ്ങണം. അല്ലെങ്കിൽ കെട്ടിയോള് മിക്കവാറും തല്ലൊന്നുമില്ല കേട്ടോ, ഒരു പാവാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഷോപ്പിങ്ങിന് പോകുമ്പോഴേ നമ്മളെപ്പോഴും നമ്മളെ ഫാമിലിൻ്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പം നമ്മളതിൽ കോംപ്രമൈസ് ചെയ്യാറില്ല കേട്ടോ. നമ്മളത് വാങ്ങലാണ്. കാരണം അത് ഒരു സുഖം. ഇത് നമ്മളത് വാങ്ങുമ്പോൾ നമ്മുടെ മക്കളെ ഫേസൊക്കെ നമുക്ക് ഓർമ്മ വരും. അത് കഴിഞ്ഞ് അത് അവർ കൊണ്ടുകൊടുക്കുമ്പോൾ അവരുടെ മുഖത്തിലെ സന്തോഷം. ഇപ്പം റയാനയ്ക്ക് ഞാനൊരു കോഡ് ബൈക്ക് വാങ്ങിയിട്ടുണ്ട്. കോഡ് ബൈക്ക് എന്ന് വെച്ചാൽ 4 ടയറിൽ ATV. അത് അവൻ്റെ ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റാണ്. റയാനിപ്പം 5 വയസ്സാവാറ്. കഴിഞ്ഞ കൊല്ലം ഞാൻ അവന് ബൈക്കായിരുന്നു വാങ്ങിക്കൊടുത്തത്. പക്ഷേ അവനെ വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് സെയിൽ ചെയ്തു. കാരണം അത് അവൻ ഓടിക്കുന്നില്ല. പിന്നെ ആ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഞാൻ 2 പേരുടെയും മോട്ടോർ ക്രോസ് സ്റ്റോപ്പ് ചെയ്തപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പൊട്ടത്തെട്ടിന് ഞാൻ സെയിൽ ചെയ്തതാണ്. അത് അങ്ങനെ തന്നെ ഓപ്പണായിട്ട് പറയാം. മാസിയുടെ സെയിൽ ചെയ്യാൻ വെച്ചു. പക്ഷേ മാസിയുടെ ഒരു ബയർ വാങ്ങാൻ വേണ്ടി ഫിക്സ് ചെയ്ത ഡേറ്റിന് 2 ദിവസം മുന്നെയാണ് അവനക്ക് ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗിൽ സെലക്ഷൻ കിട്ടി അറിഞ്ഞത്. പക്ഷെ പഠിച്ചവൻ കാത്തിട്ട് പഠിച്ചവൻ അവനെ ആ ഒരു എന്താ പറയുക, ആ ഫീൽഡ് വിടാൻ വിടുന്നില്ല. ഓക്കെ, ദൈവം നമ്മുടെ കൂടെയാണ് അക്കാര്യത്തിൽ. അതുകൊണ്ടാണ് അന്ന് സെയിൽ ചെയ്യാറുന്നത്. ഇപ്പം എന്താ എൻ്റെ മോന് പിന്നെയും കയറി. ഇതൊക്കെ വാങ്ങുന്നൊക്കെ അവൻ്റെ പൈസനെ കൊണ്ടാണ്. ഞാൻ അവൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അവന് സൂപ്പർ ക്രോസ് ലീഗിൽ വരുന്ന വരുമാനം കൊണ്ടാണ് അവൻ്റെ സാധനങ്ങൾ വാങ്ങുന്നത് കേട്ടോ. അപ്പം ഇതേ ഞങ്ങളിങ്ങനെ മന്ദം ടെസ്ല കാറിൽ പോയിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇതേ ഫെബിൻ ബ്രോ ഹായ് പറ. ഞാൻ പറയായിരുന്നു, ഫെബിൻ ബ്രോ ഞങ്ങളെ കൂടെ കറങ്ങിയപ്പോൾ ഫുൾ മഴയും മഞ്ഞുവീഴ്ചയൊക്കെ ആയിരുന്നു. മൂപ്പര് തിരിച്ച് കാനഡയിൽ പോയി. നെക്സ്റ്റ് ഡേ നമ്മുടെ ക്ലൈമറ്റ് ഉണ്ടോ, എന്താണ് പറയാനുള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. എന്തായി നമ്മുടെ നമ്പർ അയച്ചിട്ട് ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടോ കാനഡയിലൊക്കെ US-ലേക്ക് അഡ്മിഷൻ വേണ്ടിയിട്ട്? ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയച്ചു. കാനഡയ്ക്ക് നമ്മൾ വർക്ക് പെർമിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിനുള്ള മറുപടി ഓരോരുത്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എനിവേ ദാറ്റ് വാസ് എ ഗുഡ് വൺ. അല്ല, നമ്മളെ ഫോളോവേഴ്സായിട്ട് പറ്റിക്കരുത്, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നമുക്ക് ആ പരിപാടി ഇല്ലല്ലോ.
വിനയ് ബ്രോ നിങ്ങൾ സാക്ഷി കേട്ടാ. അരേന്ന് മറ്റേ സാധനം എടുക്കടാ. വേണ്ടല്ലേ? അത് അരയിൽ എന്താണ് എന്ന് ചോദിക്കുന്നതാണ്. ആ അരയില് ഒരു സാധനം ഉണ്ട്, ടിഷ്യൂം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നിരുന്നു ഞാൻ. പക്ഷെ ഇപ്രാവശ്യം നല്ല സാധനം കിടപ്പുണ്ട് കേട്ടോ. അപ്പം ശരി ബ്രോ, നടക്കട്ടെ. ഞങ്ങളിപ്പോൾ അവിടുന്ന് ഒരു പിക്ക് എടുത്തേ. ഇതേ നോക്കി നിങ്ങള്, ഇത് വെറുതെ ഒന്ന് ഇവരെ പേരൻസിനെ കാണാൻ പോയിരുന്നു. ഞാൻ അവരെ വീഡിയോ ഇടാത്തത് പിന്നെ വേണ്ട വെച്ചിട്ടുണ്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്ത പിക്കാണ്. ഞാൻ ഇത് ഇവിടെ ഇട്ടുതരാം. എന്താ രസമല്ലേ? ആരെടുത്തരാ? എന്നെ തള്ളാൻ എടുത്ത് എന്റെ ആവശ്യമില്ലാന്ന്. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫൈനലി നമ്മളിപ്പം പിന്നെ നമ്മുടെ ചിക്കാഗോ ഡൗൺ ടൗണിൻ്റെ അടുത്തെത്തി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം നമ്മൾ ഇങ്ങനത്തെ വിഷ്വൽസ് കണ്ടത് ടൊറൻറ്റോയിലായിരുന്നു. ടൊറൻറ്റോയിൽ ഏകദേശം ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഒരു കൈൻഡ് ഓഫ് കളർ പാറ്റേണാണ് ഇവിടുത്തെ ബിൽഡിങ്സിന് കാണുന്നത്. ഫുള്ള് ഗ്ലാസ്. ദുബായിൽ ജീവിക്കാൻ നമുക്കിത് വലിയ സംഭവം അല്ല, അത് വേറെ കാര്യം. ഈ ദുബൈക്കാർക്ക് ഇങ്ങനെ തള്ളിമറിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് കേട്ടോ. സീരിയസ്ലി ആണ്. ഏത് എവിടെ പോയാലും നമ്മൾ ദുബായ് എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു വാല്യൂ. US ഫ്ലാഗ്. നിങ്ങൾ ദുബായിലായിരുന്നെങ്കിൽ ഒരു എക്സിറ്റ് മിസ് ആയിക്കഴിഞ്ഞാൽ കറങ്ങി അടിച്ച് വരണം. ഇവിടെ റോഡും വരെ നിങ്ങൾ കണ്ടോ, ഇത് കോൺക്രീറ്റ് റോഡാണ്. ഇതിൽ ചെറിയൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ടാവും, കര സൗണ്ട് ഉണ്ടാവും. അത് വേറെ ഒന്നല്ല, ഇവിടെയൊക്കെ മഞ്ഞ് കാലത്ത് മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലങ്ങൾ കേട്ടോ. അപ്പോൾ ആ മഞ്ഞത്ത് സേഫായിട്ട് സ്കിഡ് ആവാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഒപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതേപോലെ ടൗണുകളിൽ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിൽ റോഡിൽ ഇതെങ്ങനെ ഗ്രിപ്പ്. ഓ അടിപൊളി. മുകളിലൊന്ന് താഴെയിലൊന്ന്, മൊത്തത്തിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിക്കാഗോ ഡൗൺ ടൗണിലേക്കുള്ള പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഡൗൺ ടൗണിലെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് മിഷിഗൻ അവന്യൂ എന്ന് പറയുന്നത്. മിഷിഗൻ അവന്യൂ അതാണിത്. ഇവിടെ എന്താ ഉള്ളത് ശരിക്കും? ഇവിടുത്തെ ബീൻ എന്ന് പറയുന്ന സാധനമുണ്ട് അവിടെ. ഓക്കെ, ബീൻ. നമുക്ക് ഗ്രീനാണ് പോവാണ്ട്. അമേസിങ് കേട്ടോ. ഇതാണ് ബീൻ എന്ന് പറയുന്നത്. മില്ലേനിയം പാർക്ക് സോറി. അവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ആൾക്കാരൊക്കെ പുറത്തുണ്ട്. ഈ ഒരു വെതർ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇങ്ങനെ വെതർ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡാർക്ക് ആയിരുന്നില്ലേ? പഠിച്ചവനിക്കറിയാം ഞാൻ ഇന്ന് ഇവിടെ വ്ളോഗ് ചെയ്യാനാ ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് പഠിച്ചവനായിട്ട് നമുക്ക് നല്ല വെതർ തന്നെ കേട്ടോ. എന്നാലും ഹാപ്പി കാരണം നല്ല കാലാവസ്ഥ കിട്ടുമ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുമല്ലോ. അപ്പം അതുകൊണ്ട് ഭയങ്കര ഹാപ്പി കേട്ടോ, സീരിയസ്ലി. നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പുറത്തിറങ്ങി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ഇത് ആക്ച്വലി പാർക്കിംഗ് യാർഡാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. ബ്രോ ഏത് ആപ്പാണ് ബ്രോ? സ്മാർട്ട് ഹീറോ. അത് എന്താണ് ആപ്പ്? ഒരു ആപ്പാണ്. അത് നമ്മൾ ആപ്പ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള നിയർ ബൈ പാർക്കിംഗ് സ്പോട്ട്സ് ഗറാജിലുള്ള നമുക്കൊരു സ്പോട്ട് റിസർവ് ചെയ്യാം. റിസർവ് ചെയ്ത് നമ്മൾ ഓൺലൈനിൽ കൂടെ കാർഡ് ഇട്ടിട്ടുണ്ട്, അത് പേ ചെയ്യുക. പിന്നെ നമ്മൾ ആ എക്സാക്ട് സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ we just pull into the garage and you park there. എത്ര പൈസ ആവുന്നതിന്? ഡിപ്പെൻസ്. ഇപ്പം ഞാൻ ചെയ്ത് 2-3 മണിക്കൂറത്തേന് $16-17. 17. പക്ഷെ അവിടെ നമുക്ക് വാലറ്റ് പാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് $20 പെർ അവർ വരുന്നുണ്ടല്ലോ. ആണോ? പിന്നെ ടിപ്പ് എല്ലാം കൊടുക്കണം. ഇതാണെങ്കിൽ നമുക്ക് തന്നെ നിയർ ബൈ നമുക്ക് ചൂസ് ചെയ്യാം എവിടെ അടുത്തുള്ള പാർക്കിംഗ് സ്പോട്ട് ചൂസ് ചെയ്യാം. ടിപ്പിനെ പറ്റി ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ US വരുമ്പം നിങ്ങൾ എല്ലാത്തിനും ടിപ്പ് കൊടുക്കണം, ചോദിച്ചു വാങ്ങും. ഞാൻ വേൾഡിൽ ഇങ്ങനെ ടിപ്പ് ചോദിച്ചു വാങ്ങുന്ന വേറെ ഒരു കൺട്രിയും കണ്ടിട്ടില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു, ടിപ്പ് കൊടുക്കണം. നിങ്ങൾ ഒരു ഡെലിവറി നിങ്ങൾ ഓൺലൈനിൽ ഡെലിവറി ചെയ്തു, ആ ഡെലിവറി വന്നു കഴിഞ്ഞാൽ ഡെലിവറി ബോയ്ക്ക് നിങ്ങൾ ടിപ്പ് കൊടുക്കണം. അത് അവർ ചോദിച്ചു വാങ്ങും, ടിപ്പൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു വാങ്ങും. പിന്നെ എന്താണെങ്കിലും നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ടിപ്പ് കൊടുക്കണം. ടിപ്പില്ലാത്തൊരു പരിപാടി ഇവിടെ ഇല്ല. സോ ഇതിൻ്റെ മുകളിൽ എന്താ ഉള്ളത്? ഒരു ജാംബോൻ്റെ കാലത്തിൽ റെയിൽവേ സ്റ്റേഷൻ പോലുള്ള എന്താ ഇത് മുകളിൽ? അത് മെട്രോ ട്രെയിൻ തന്നെയാണ്. കുറേ പഴക്കമുള്ളതല്ലേ? ഓക്കെ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ജാക്കറ്റ് ഒന്നും ഇറങ്ങിയിട്ടുള്ളത്, പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. നല്ല വെയിലുണ്ട് ഇവിടെ. ഞാൻ വെയിലത്തെ കൂടെയാണ് മാക്സിമം നടക്കുന്നത്. ഇതൊക്കെ ഇവിടെ സൈക്കിൾസാണ്. ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് റെൻറ്റിന് ഓടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ റോഡ് ക്ലോസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. എങ്ങോട്ടാണ് പോകണ്ടേ? നേരെ തന്നെ പോകാം. വാച്ച് സ്റ്റോർ
റെഡാണ്, പക്ഷെ എന്നാലും നടക്കുന്നുണ്ട് എല്ലാവരും, അതുകൊണ്ട് നമ്മൾ നടക്കുന്നുണ്ട്. എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് പോവോ? എന്ത് സൗണ്ട് ചെയ്ത് ബ്രോ? എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, കാരണം ഞാൻ മാത്രമേ ജാക്കറ്റ് ഇടാണ്ടല്ലോ, ബാക്കി എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലായിട്ടിരുന്നു. ബ്രോ, ചിക്കാഗോ എന്താണ് പറയാനുള്ളത് പൊതുവേ? നിങ്ങൾ ഈ നാട്ടുകാരനായതുകൊണ്ട് എന്ത് തോന്നുന്നു? Chicago is there's no other city like Chicago. Chicago കൊണ്ട് വേറെ സിറ്റി നമുക്ക് എല്ലാ സീസണും ഷിക്കാഗോയിൽ ഉള്ളതാണ്. ഓക്കെ. യൂഷ്വലി 4 സീസൺസ്, സ്നോ ഉണ്ട്, സമ്മർ, ഓണം, ഫോൾ എല്ലാം കൂടെ ഉള്ളതാണ്. പിന്നെ ഒരു മെൽറ്റിംഗ് പോട്ട് തന്നെയാണ്, എല്ലാ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ്, ഡിഫറെൻറ്റ് എത്നിസിറ്റീസ്. ഇപ്പോൾ യു എസിൽ ഏറ്റവും കൂടുതൽ തലവേദനയുള്ള, ചൊറകളുള്ള, പ്രശ്നങ്ങളുള്ള സ്റ്റേറ്റ് ഏതാ? അത് പറയാൻ പറ്റില്ല. ഐ മീൻ എല്ലാ സിറ്റിക്കും ഓരോ സൈഡുണ്ട്, ബാഡ് സൈഡായിട്ടുള്ളതുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ നല്ല അഴുക്കായിട്ടുള്ള ഒരു ഗെരോ സൈഡുണ്ട്, ഒത്തിരി ഗാങ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഓ, അടിപൊളി. ജസ്റ്റ് ലൈക്ക് ന്യൂയോർക്ക് ഓർ കാലിഫോർണിയ, അതുപോലെ LA, ലോസ് ആഞ്ചലസിൻ്റെ കൂടെ തന്നെ. ലോസ് ആഞ്ചലസിലാണ് ഞാൻ അന്ന് കണ്ടപ്പോൾ ഈ മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാന്തൻ സോംബി കളി കളിച്ചിട്ട് പോകുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്റ്റേറ്റ്സിലുള്ള എല്ലാ മേജർ സിറ്റിയിലും ഇതുപോലെ ബാഡ് നെയ്ബർഹുഡ്സ് ഉണ്ട്. അത് നമുക്ക് ലോകത്തിലൊന്നും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ വാച്ച് സ്റ്റോറിൽ കയറി, അവിടെ നല്ല നല്ല മോഡൽസ് ഉണ്ടായിരുന്നു, പക്ഷെ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ അവിടെ ഞാൻ പറഞ്ഞു അടുത്ത വാച്ച് എന്തായാലും എനിക്കൊരു കളർഫുൾ വാങ്ങുന്നുണ്ടായിരുന്നു, ഒരു വിൻറ്റേജ് ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് റോളക്സ് ഒന്ന് കിട്ടി. റോളക്സ് കിട്ടിയിട്ട് നോക്കുമ്പം ഓൾമോസ്റ്റ് ഒരു $16,000-17,000 റേറ്റ് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു 13 ലക്ഷം 14, എനിക്ക് തോന്നുന്നു ആ റേഞ്ചിലൊക്കെയാണ് തോന്നുന്നുണ്ട്, ആ റേഞ്ചിലൊക്കെയാണ് റേറ്റ് വന്നത്. ഞാനങ്ങനെ എന്താ പറയുക, നമ്മുടെ ബഹ്റൈനിൽ നമ്മുടെ നിയാസ് ബ്രോനെ വിളിച്ചു. നിയാസ് ബ്രോ ആണ് എൻ്റെ ഗുരുനാഥൻ അനുഗ്രഹിക്കണം. നിയാസ് ഹൗസ് ഓഫ് ലക്ഷറി ബഹ്റൈൻ ആദ്യമായിട്ട് ലക്ഷറി വാച്ച് എന്നെ കാണിച്ചതും, അതുപോലെ ഈ ഒരു ലക്ഷറി വാച്ച് ബിസിനസ്സിലേക്ക് എന്നെ ഇറങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതൊക്കെ കെട്ടാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചതും നിയാസ് ഭായാണ് പണ്ട്. ഓക്കെ, അപ്പം നിയാസ് ഭായിനെ വിളിച്ചു. നട്ടപ്പായിരുന്നു അവിടെ, എന്നാലും പുള്ളി ഫോൺ എടുത്തു. ഞാൻ കുറച്ച് വാച്ചിൻ്റെ മോഡൽസ് പുള്ളിക്ക് അയച്ചു കൊടുത്തു. പിന്നെ പുള്ളി എക്സാക്റ്റ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ കൂടുതലാണ് ഒഴിവാക്കി. നമ്മുടെ അഷ്റഫ്ക്ക് ഉണ്ടായിരുന്നു, സ്കൈ അഷ്റഫ്ക്കില്ല, പുള്ളി ഉണ്ടായിരുന്നു കൂടെ. പുള്ളി നമ്മൾ 3-4 കൂടെ ഒരുപാട് സംസാരിച്ചു, അങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ 16 സംതിങ്ങിനുള്ള വാച്ചസൊക്കെ നമുക്ക് അവിടെ 10 സംതിങ് കിട്ടുന്നുണ്ടെന്ന്. ഞാനത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ തിരിച്ചിട്ട് പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്കാണ് പോകണത്. പോയിട്ട് വന്ന് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. നാളെ നൈറ്റിലാണ് എൻ്റെ ഫ്ലൈറ്റ്. നാളെ നൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി ട്രാവൽ കേട്ടോ. എന്തോ അൽഹംദുലില്ലാ നല്ല വെതർ കിട്ടി. ഇപ്പം 3:30 മണിയായി, 7 മണിയൊക്കെ അവിടെ നോമ്പോറിൻ്റെ ടൈമൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതുവരെ ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് റൂമിലോട്ട് പോകണം കേട്ടോ. ഓക്കെ, എല്ലാവരും സ്റ്റേ ട്യൂൺ, നല്ല നല്ല സാധനങ്ങളൊക്കെ വരാനുണ്ട്. ഓക്കെ.